ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇതാ സൂപ്പർ മാർക്കറ്റ് ലക്ഷ്യമാക്കി 4:45 ടൈമിൽ നമ്മൾ പോകുന്നത്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഓരോരുക്കും പറയാൻ പറ്റുന്നുണ്ടാവും എന്തൊക്കെയോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇന്നും ഇവർ കെട്ടിത്തിരിച്ചിറങ്ങിയിട്ടുണ്ടല്ലോ ഈ അലവലാദികൾ എന്നുള്ള ആ ഒരു ഇത് നിങ്ങളെ മനസ്സിൽ വന്നിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ കൂടെ അഫിണ്ട്, നൂറുണ്ട്, ലിയുണ്ട്, അച്ചുണ്ട്, ജിമ്മുണ്ട്, കെൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ബാക്കത്തെ വണ്ടിയിൽ ബാസിലുണ്ട്, പെണ്ണുങ്ങളുണ്ട്. അപ്പം ഇന്ന് കപ്പിൾസ് നോമ്പ് തുറവയാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അച്ഛന് ഞാൻ പറഞ്ഞ പോലെ അച്ഛന് ലിയന് വർക്കിംഗ് ആയതുകൊണ്ട് ഓലി ഞായറാഴ്ച വിളിക്കണം. ബാസിലും വർക്കിംഗ് ആയതുകൊണ്ട് ബാസിലും ഞായറാഴ്ച വിളിക്കണം. ബാക്കിയുള്ള എല്ലാവരും എനിക്ക് പെട്ടെന്ന് വിളിച്ചാൽ കിട്ടും കേട്ടോ. ബാക്കിയുള്ള ദിവസമെല്ലാം കിട്ടും. ബാസിലെ ഇമ്മച്ചി വിളിച്ചു കൊടുക്കുന്നതാണ്. എന്തായാലും നശ്വനെ കൊണ്ടുവന്നേ പറ്റുള്ളൂ പറഞ്ഞിട്ട് ഇമ്മച്ചി വിളിച്ചതാണ് ബാസിലിനെ. അപ്പം ബാസിൽ നമ്മളെ വണ്ടിൻ്റെ ബാക്കിലില്ലല്ലോ. നമ്പർ വരുന്ന കട്ടായിക്കടാ. അപ്പോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താണ് അച്ചോ? ഇറാനി പോള. അപ്പം ഇറാനി പോള പലതും ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിലും കുറ്റിച്ചെറുക്കാരുടെ ഒരു കൈപ്പുണ്യമുള്ള ഒരു ഇറാനി പോള കഴിക്കണം എന്നുള്ളത് എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. ഇന്നാണത് നടന്നത്, നടക്കാൻ പോണത്. നൂറിന്റെ ഇറാനി പോള എരിവാണോ? ഞാൻ കരുതി മറ്റേതാണ്. അച്ചു ഇതൊക്കെ കഴിച്ചിന്. അച്ചു കുറ്റിച്ചിറ പെരെ പോകുമ്പോ മെല്ലെ ഇതൊക്കെ തിന്നുണ്ട് അവിടുന്നേ. അതന്നെ, അവിടെ സൂപ്പർ ഫുഡാ. ലിയന്റെ പേരില് സൂപ്പർ ഫുഡ്, കിടിലം ഫുഡ്. അന്ന് എന്തൊക്കെയോ അവിടെ ഉണ്ടാക്കി. അന്നുണ്ടല്ലോ മനുഷ്യനല്ലാത്ത എല്ലാ ജന്തുക്കളെയും ഓല് കൊന്നു വെച്ചുണ്ടാക്കി അന്നവിടെ. ആന്ന് കല്ലുമക്കായ് മുതൽ ചെമ്മീന്, മീന്, ബീഫ്, മറ്റേ മട്ടന്, കടുക്ക എല്ലാം ഉണ്ടായിനി. അവിടെ ഉണ്ടായിനി സാധനം. അച്ചു തിന്നിട്ടില്ലാന്നുള്ളു. വാണിങ് തന്നിട്ടില്ലേ മോശക്കാക്കാന്റെ മുന്നിൽ ഇങ്ങനെ വരുമ്പോ ആദ്യം വന്ന് കിടക്കേണ്ടി വരും. അച്ചു ഇവിടുന്ന് എവിടുന്നോ തിന്നിട്ടില്ല. ഇനിയോ തക്കാരത്തുനിന്ന് എവിടുന്നോ? തക്കാരത്തുന്നല്ല, അച്ഛനിന്റെ പൊന്നോമന പുത്രൻ. ഒന്നും ഇങ്ങോട്ട് പോണേ. പൊന്നോമന പുത്രൻ ജിംഷാദ്. ഒന്നും ഇങ്ങോട്ട് തിരിക്കും. ദുബായിന്ന് സ്നേഹം കൂടിയോണ്ട് അച്ഛൻ കടി അടിക്കായിരുന്നു. അപ്പൊ എന്താ മട്ടനാണ്, മട്ടൻ റോള് അല്ലേ? കടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഇത് ചിക്കൻ തന്നെയാണെന്ന്. അതിന് അതല്ല, ഓനെ ഓർമ്മല്ല. അതില് പെട്ടെന്ന് എന്റെ നോട്ടം നോക്കി തമ്മിൽ ഭേദം ഏറ്റവും സൂപ്പർ ഇറച്ചി മട്ടനാണ്. കഴിച്ചൂടി എല്ലാരും അറിയില്ല. പക്ഷെ അന്ന് രക്ഷപ്പെട്ടു. പിന്നെ അന്ന് എല്ലാരും ഉണ്ട്. അന്ന് എന്താ പറ്റിയേ? ഒന്നും പറ്റില്ല. ഞാൻ പോയി ഇടക്കിടക്ക് അച്ഛനോട് ചോദിക്കും, അച്ഛോ ഓക്കെ അല്ലേ? ഇറാനി പോളൊക്കെ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം ലിയ? അപ്പൊ ഇന്ന് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ലിയ ആണ് കേട്ടോ. അതായത് അടുക്കള ചട്ടങ്ങളെ പൊളിച്ചു മാറ്റിക്കൊണ്ട്, അതായത് പുതിയ കാലത്ത് കല്യാണം കഴിച്ചു വരുന്ന കുട്ടികൾക്ക് ഒന്നും വെച്ചുണ്ടാക്കാൻ അറിയില്ല എന്നൊക്കെ കുറേ മണ്ടന്മാർ അതൊന്നും പറയാൻ നിൽക്കലുണ്ട്. പക്ഷെ അങ്ങനത്തെ ഇതിനൊക്കെ വകഭേദങ്ങളെ തച്ചുടച്ചുകൊണ്ട് പുതിയ കാലത്തെ ലേഡീസിനും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരും കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ വെച്ചുണ്ടാക്കാനും കുക്ക് ചെയ്യാനും പറ്റുന്ന ലേഡീസ് കേരളത്തിൽ ഇപ്പോഴും അവൈലബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഞാൻ എങ്ങനെ ഇമ്മച്ചിന്റെ ബാക്കിൽ നടക്കണ്ടോ എന്നിട്ട് പറയണേ ഇറാനി പോൾ അല്ലെങ്കിൽ മറ്റേത് ഉണ്ടാക്കാം, അതില്ലെങ്കിൽ നമുക്ക് ചിക്കൻ പൊട്ടി തെറിച്ച് ഉണ്ടാക്കാന്നൊക്കെ. ഞാൻ ഇതെന്താ സഞ്ചരിക്കുന്ന ഈവനിങ് സ്നാക്സോ? അതെന്താണോ അതിന്റെ സത്യാവസ്ഥ ഞാൻ പറയട്ടെ. അതായത് എന്ത് സ്നാക്കാണ് ഫസ്റ്റ് ഓളം അമ്മക്ക് മനസ്സിലാക്കും. ഹലോ, ഇന്ന് ഇറാനി പോള പ്ലീസ് ലിസ്റ്റ് എന്ന് പറയും. സാധനങ്ങളെ ലിസ്റ്റ് വരും, എങ്ങനെ ഉണ്ടാക്കേണ്ടി വരും. ഓളെ ChatGPT ആണ് ഓളമ്മ. ഇമ്മ പറഞ്ഞു കൊടുക്കും. ഇറാനി പോള അമ്മ പറഞ്ഞു. അപ്പൊ നമുക്ക് കോഴിക്കോട് സ്പെഷ്യലാണ് കേട്ടോ. നമ്മളെ ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. ടേസ്റ്റ് എന്തായാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളെ കുക്കറി ഷോയിൽ ഇതുവരെ കോഴിക്കോട് സ്പെഷ്യൽ പരിപാടികളൊന്നും വന്നിട്ടില്ല. അച്ചുമെല്ലാം സേഫാക്കി. പാളിയാലും കുഴപ്പമൊന്നുമില്ല അറിഞ്ഞിട്ട്. അല്ല ലീ അജി വന്ന സ്ഥലം എന്ന് പറഞ്ഞാല് കറക്റ്റ് സ്ഥലത്താണ്. കുമ്പളങ്ങി നൈറ്റ്സില് നിഗമിനോട് പറഞ്ഞ പോലെ കറക്റ്റ് സ്ഥലത്താണ്. ഇവിടെ ഇനി പാളാനൊന്നുമില്ല, ഇവിടെ ഇനി മുടിയാനൊന്നുമില്ല. എല്ലാം തൊലഞ്ചു പോയ സ്ഥലമാണ്. അതായത് ഇവിടെ ഇതുവരെ
ഉണ്ടാക്കി ഒന്നും ഇവിടെ ഹിറ്റ് ആയിട്ടില്ല ഇതുവരെ. ഇന്നലെ ഉണ്ടാക്കിയ റോള് വരെ നിലത്തുനിന്ന് കോരിടുന്നൊക്കെയാണ്. പക്ഷെ ആ റോള് കഴിഞ്ഞു ഇന്നലെ. എന്തായാലും ചെലവില്ലേ, ചെലവുണ്ടായ പോരെ. ആഫീഫ് ഉണ്ടാക്കിനി അച്ചോ ഒരു ബ്രസീലിയൻ ലെമണേഡ്. സാധാരണ നമ്മളവിടെ അച്ചോ സാധാരണ നമ്മളവിടെ എന്ത് ബാക്കിയായാലും എന്ത് കിടന്നാലും പട്ടികൾ തിന്നലുണ്ട്. കൊണ്ടുപോയി കൊടുത്താല് അന്നുണ്ടല്ലോ അഫീഫ് ഉണ്ടാക്കിയ സാധനം ബാക്കിയായിട്ടോ, എന്നിട്ട് പട്ടി കാണാൻ തുപ്പിയാണോ. എന്താ ഇന്ന് നിലമ്പൂരായിരിക്കും നോമ്പില്ലേ? ഹർത്താല് പോലെടാ. അങ്ങോട്ടൊക്കെ വണ്ടികളൊന്നുമില്ല. ഞാൻ വന്നപ്പോൾ അല്ല എല്ലാരും പെരി പോയിട്ടുണ്ടാവും. ആടോ ഇന്ന് കടകളൊന്നും ഇല്ലല്ലേ? സൂപ്പർ മാർക്കറ്റിലാണുണ്ടാവും. സൂപ്പർ മാർക്കറ്റിലാണ്. അത് ഓവനിൽ വെച്ചാ പോരെ? എയർ ഫ്രൈയാ? ഹാൻഡ് മെയ്ഡ് ആണെന്ന് പിന്നെ ക്യൂട്ടി, അബ്സല്യൂട്ട് ക്യൂട്ടി, 100% ക്യൂട്ടി. തിരിയൂ റൈറ്റ്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പാഷൻ ഫ്രൂട്ട് കുലുക്കി, ബീൻസ് കുലുക്കി, നെല്ലിക്ക കാന്താരി, മിന്റ് സോഡ, ഗ്രേപ്പ് കുലുക്കി, പാഷൻ കുലുക്കി, പൈനാപ്പിൾ കുലുക്കി. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് അടിച്ച് കയറ്റണല്ലോ. ഇന്നലെ ഗുളിക വാങ്ങി പോയില്ലേ? ഞാൻ ഇന്നലെ ഗുളിക വാങ്ങാൻ അപ്പൊ തന്നെ എടാ ഇവിടെ പാർക്കിംഗ് സ്ലോട്ടില്ലേ? ഇവിടെ നല്ല തിരക്കുണ്ടാവും അതിന്റെ ഉള്ളിൽ തന്നെ. കറക്റ്റ് ആവും. അതൊക്കെ കിട്ടി. അത് കാണിച്ചു കൊടുത്ത ആൾക്കാർക്ക് ആ പാർക്കിംഗ് എങ്ങനെയാണ്. കറക്റ്റ് പാർക്കിംഗ് ആയിരുന്നു. അതെങ്ങനെ കിട്ടിയേ? ഇതൊക്കെ എന്ത് അറേങ്കോളി സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ പർച്ചേസിലെത്തിയിരിക്കുകയാണ്. വരൂ കൂട്ടുകാരെ. ഇല്ല എന്താ വർത്താനടാ? വെള്ളഫോൺ ഞാൻ എടുത്തില്ലേ? അവിടെ ഫ്രണ്ടിലുണ്ടോക്ക്. എന്താ വിശേഷം? സുഖം തന്നെ. നമ്മൾ നോമ്പ് കുറച്ച് സാധനം വാങ്ങാൻ വന്ന കാണാ. ഇതാരാ? ഇതിന്റെ ഫോൺ ഇത് അപ്ഡേറ്റ് ചെയ്യാണ്. ഇത് ടൈം എടുക്കും. സ്വിച്ച് ഓഫ് ആക്കിയതാ. അതെന്താ സ്വിച്ച് ഓഫ് ആക്കിയേ? വർക്ക് ചെയ്യില്ല. ഇത്രയും വലിയ ഫോണോ? എടുക്ക ചൂടത്തി ജാക്കറ്റ് ഇട്ടിട്ട് നോമ്പ് ഇറങ്ങിക്കുന്നത്. സ്പോർട്സ് മീറ്റ് എന്തെങ്കിലും ഉണ്ടോ എനിക്ക്? എത്ര നോമ്പ് പറ്റൂ? 4 നോമ്പ്. ഇന്ന് 5ാമത്തെ നോമ്പാ? ഇന്ന് 4ാമത്തെ നോമ്പല്ലേ? മോനെങ്ങനെ പിന്നെ 4 നോമ്പ് കിട്ടിയേ? എനിക്കെങ്ങനെ 4 നോമ്പ് കിട്ടിയേ? 4ാമത്തെ നോമ്പല്ലേ? കിട്ടിയില്ലല്ലോ, ചെല്ലണല്ലോ. നല്ല ഉഷാറാണ് കേട്ടോ. ഫുള്ള് നോമ്പ് നൽകണ്ടോ? അപ്പൊ ഇതാ സുഹൃത്തുക്കളെ, ഇന്ന് കുറ്റിച്ചിറ സ്പെഷ്യൽ കായ്പോള, ഇറച്ചിപ്പോള, ഇറാനി പോള. കുറച്ച് കഴിഞ്ഞാൽ നശ്വ ഉണ്ടാക്കുന്ന മഞ്ചേരി സ്പെഷ്യൽ പോളക്കാണ് എല്ലാരും വെയിറ്റ് ചെയ്യണത്. വൈകാതെ വരൂട്ടാ. ഇന്ന് ലിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ വരും ദിവസങ്ങളിൽ നശ്വ പറഞ്ഞിരുന്നു, ഞങ്ങൾ മഞ്ചേരിക്കാരും തെല്ലും വിട്ടുകൊടുക്കാത്ത രീതിയിലുള്ള കുക്കിംഗ് കാഴ്ചവെച്ചുകൊണ്ട് എല്ലാരും നോക്കട്ടെ, എല്ലാരും അറിയട്ടെ. നമ്മള് വരുമ്പോ പേടിയാ ജാംജുമാർക്ക്. ഇവിടെ എല്ലാത്തൊക്കെ ചോദിച്ചും ചെയ്യും. എന്നിട്ട് അതൊന്നും അതിനെ കൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. വൈകുന്നേരം ബ്ലോഗിൽ ലച്ചൂസ് അല്ല. ഇതിപ്പോ എല്ലാ പെൺകുട്ടികളും റീലൊക്കെ ചെയ്യുന്ന ഒരു സാധനം കണ്ടതാണ്.
എന്ത് അല്ല ഇത് കൊറേ ആൾക്കാർ നൂറിന്റെ പോസ്റ്റ് ഉണ്ടോ ഇൻസ്റ്റാഗ്രാം കത്തി 85K ലൈക്കടോ. ഞമ്മക്കില്ലേ, നമ്മളൊക്കെ തുടങ്ങിയ കാലത്തില്ല. ഏഴാം ക്ലാസ്സിൽ എൻ്റെ അടുത്ത് ഫോണും കൂടി ഇല്ല. ഹായ് നമുക്കൊരു ഇതിനാ ഈ കൊറേ സാധനം ഉണ്ടാക്കലുണ്ട്, നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്തൊക്കെ കുക്ക് ചെയ്യലുണ്ട് അറിയുന്നുണ്ടല്ലോ. നൂറിന്റെ അമ്മ നല്ല ഷെഫാ. പക്ഷെ അവിടെ ഉണ്ടാക്കണൊന്നും ചേക്ക് വിട്ട് പോയിട്ടില്ല. ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാ. എന്തേലും ഒരു സാധനം എനിക്ക് ഇങ്ങോട്ട് കൊടുന്നൂടെ? ലിസ്റ്റ് ഉണ്ടാ? എന്തൊക്കെ സാധനം വേണം? വീഡിയോ മൊത്തം വാങ്ങിയ ലിസ്റ്റ് ലിയന്റെ അടുത്ത് ഇതിലെ പോ ഇതിലാണ് എല്ലാ സാധനവും. സ്കൂൾ ഷോപ്പിങ്ങിന് പോയില്ലേ, അപ്പൊ നോട്ട്ബുക്ക് ഒക്കെ വാങ്ങിയിട്ടില്ലേ, ആ നോട്ട് ഫുള്ള് കോപ്പി ആണോ? അത് മാറിയോ? അത് പ്രാവശ്യം സെറ്റ് ആക്കി എടുക്കാം. കഴിഞ്ഞ കുറി അങ്ങനത്തെ ഇപ്രാവശ്യം സെറ്റ് ആക്കാം. വരി എടാ, ഇവരെന്താ കണ്ടിക്കണേ? കാരൊക്കെ പേരൊക്കെ എന്നൊക്കെ പറയണത് ഇറാനി പോവാന്നാവൂലേ? ഇന്ന് പോളോ ലിസ്റ്റ് അവിടെ അല്ല, മുട്ട അവിടെ ഉണ്ട്. 2 വെട്ടി മുട്ട ഉണ്ട്. വേറെ മുട്ട വേണോ? ഇറാനി പോലെ ഉണ്ടാക്കണേ. കാടമുട്ട ഇട്ടുണ്ട്. മല്ലിച്ചപ്പ്, ക്യാപ്സിക്കം, ജിഞ്ചർ, സിന്നമൺ. അത് സിന്നമൺ ഉമ്മ പറഞ്ഞതാട്ടോ. സിന്നമൺ ആയിക്കോട്ടെ. ജിഞ്ചറും ക്യാപ്സിക്കം ഓരോരുത്തരും ഓരോന്ന് എടുത്തോ. ജിഞ്ചർ അത് ഇവിടെ തന്നെ കിട്ടും. ഞാൻ ഈ റൂട്ടിന് പോവാം. ഞാൻ ക്യാപ്സിക്കം എടുക്കാം. ആഫി മൈദ എടുത്തോ. എത്ര? ഒരു 2 കിലോ മൈദ, ഒരു 1.5 കിലോ. ഒരു 2 കിലോ മൈദ വാങ്ങിക്കോ. മൈദ അഫി മൈദ വാങ്ങാൻ പോയി. വരി നമുക്ക് മാറിക്കാം. ജിഞ്ചി എടുക്ക്. നെക്സ്റ്റ് ഒരു പാക്കറ്റ് സ്ട്രോബെറി എടുക്ക്. എന്തെങ്കിലും എടുക്കൂ. കൂൻ ബർഗർ ഉണ്ടാക്കിയാലോ? ഇന്നും ആണോ എല്ലാം? കൂൺ ബർഗർ അമ്ല ഹേർട്ടിന് ഏറ്റവും നല്ല കേട്ടോ. അന്നല്ലടാ ഞാൻ മൈദ വാങ്ങാൻ വിട്ടേ. ബാബാ ശരിയാ, ചീത്ത അറിയുന്നുണ്ട്. ഇല്ല വരി. ആയിക്കോട്ടെ, ഞാൻ ക്യാപ്സിക്കം എടുക്കാം. വണ്ടി കയറ്റി എടുത്തോ അല്ലേ? ആടാ ഇതേനി ഇന്നലെ വാങ്ങണ്ടി. ഇനി എന്താ വേണ്ടി? മാത്രം എടുത്താ പോലെ ബാക്കി കോല എടുക്കൂലേ? ഹായ് ബ്രോ. പെപ്സിയെ കുടിച്ച് നടക്കല്ലേ? നോമ്പിലടാ. എന്താ പരിപാടി നോമ്പ് തുറന്നിട്ട്? ഹായ്, എന്താ വിശേഷം? സുഖാണോ? പേരെന്താണ്? സാബി. സാബിന്റെ വാച്ച് കെട്ടാത്തെ ഒറിജിനല എന്നാ കാണാം. നോമ്പ് തുറന്നിട്ട് എന്താ പരിപാടി? പെപ്സിയും മറ്റേ ടച്ചിങ്സ് ഒക്കെ ആയിട്ട്. തറാവിക്കാ? തറാവിന്റെ അടിയിൽ പെപ്സിയും മറ്റേ മിച്ചറുവാ? ഇങ്ങളേത് വിളിക്കല? അവിടെ കൂടിയാ മതിയല്ലോ. ഇറക്കത്തിലെ വിളിക്കല? യൂണിക്ക് പറഞ്ഞ പള്ളിയോ? എടാ ഇവിടുത്തെ പള്ളി ലെഫ്റ്റിലുള്ള പള്ളി. അവിടെ മിച്ചറും പെപ്സിയും കിട്ടും. അപ്പൊ തറാവിന്റെ ഇടയിൽ ഇങ്ങക്ക് തന്നെ യൂസ് ചെയ്യാം. അപ്പൊ വേറെ കാക്കമാരൊക്കെ വന്ന് എടുക്കൂലേ? എന്താ എടുക്കുമല്ലോ. അപ്പൊ എടുത്താങ്കൾ എന്താ പറയാ? ഇതുണ്ട് സ്നാക്സ് ഇതാണല്ലോ. എടുക്കാം. ഇത് കേട്ടോ ജി, ഇവിടെയാണ് പരിപാടികൾ എടുക്കണേ. ബാസിലെ ഇവിടെ സാധനങ്ങൾ വാങ്ങി പോവാണ്. പെപ്സി മിച്ചർ പരിപാടികളെല്ലാം ഉണ്ട്. അപ്പൊ എന്ത് ഞാൻ ഇത് വേറെ എന്തെങ്കിലും പോയമാട്ടുമ്പോ പോയിരുന്നെ മെല്ലെ തിന്ന് പോകാനാണ്. തറാവിന്റെ അടിയിൽ കഴിക്കാനാണല്ലോ. അപ്പൊ വെല്ലിപ്പമാര് മാട്ടൂലേ? ഇല്ല, വെല്ലിപ്പമാരൊന്നും എടുക്കൂലായിരുന്നു.
എന്നാ വലിയ പരിപാടി ആക്കിക്കോളി. നിങ്ങള് പള്ളിയിലാണ്, ഏത് പള്ളിയാണ്? അതേ പറഞ്ഞേ ഈ കേട്ടത് ഇവിടെയാണോ? നാളെ മുതൽ നമ്മൾ വരട്ടെ അങ്ങോട്ട്. ഞങ്ങളുണ്ടാവും നാളെ മുതൽ ഇന്ന് മുതൽ അവിടെ ഔട്ടോ വരിക. ഇത് പള്ളിയിൽ തറാവിന്റെ അടക്ക് കുടിച്ചാലാണല്ലോ, തറാവിന്റെ ഗ്യാപ്പില്. പണ്ടത്തെ പോലെ ഇപ്പത്തെ കുട്ടികൾക്ക് എനർജി ഡ്രിങ്ക് വേണം തറാവി. ഒരു 100 ഗ്രാം കഫീൻ കയറിയാൽ അതിനുള്ള എനർജി കിട്ടണം. കാലം പോണ പോക്ക് തറാവിയൊക്കെ റെഡ് ബുൾ കുടിച്ചാണ് ഇപ്പൊ എല്ലാവരും പള്ളിയിൽ കൊണ്ടുപോയി സ്റ്റോക്ക് വെക്കുകയാണ്. നമ്മളെ കാലത്തൊന്നേ തറാവിയൊക്കെ പച്ചക്ക് സ്കരിക്കില്ലേ, പച്ചവെള്ളം കുടിച്ചില്ലേ. ഇപ്പത്തെ കാലത്ത് തറാവി റെഡ് ബുൾ കുടിച്ചിട്ടാണ് കുട്ടികളൊക്കെ സ്കരിക്കണത്. തറാവിക്ക് എനർജി കിട്ടാൻ റെഡ് ബുള്ളല്ലോ ചെറുക്കന്മാര്. കല്യാണം ഇപ്പൊ ആരാ പറഞ്ഞു കൊടുക്കാം, അങ്ങനെ കല്യാണം ഇപ്പൊ ഇവിടെ തന്നെ നടത്താം. അല്ല മൈദ എവിടെ ഇല്ല, മല്ലിച്ചപ്പില്ലായിരുന്നു അങ്ങനെ പോയി. ഇഞ്ചി ഉണ്ടല്ലോ കറുവപ്പട്ട ചോദിച്ചു നോക്കണോ? ചിന്നമണി വേണല്ലോ. അത് ഇവിടെ ഇല്ല. ആ കറുകപ്പട്ട ആ തലക്കെ എങ്ങനെയുണ്ട് പാട്ട്? സൂപ്പർ അല്ലേ? താങ്ക് യു സോ മച്ച്. അതേതാ കടപ്പുറം പരിപാടി? ആ ബീച്ചിലെ ഷോ. താങ്ക് യു ചേച്ചി, താങ്ക് യു. ചേച്ചിന്റെ പേര്? ചേച്ചി രജനി ചേച്ചി നമ്മളെ ഫുൾ സപ്പോർട്ടാണോ? രജനീകാന്തിന്റെ ലെവലിലെത്തട്ടോ ചേച്ചി. കറുകപ്പട്ടുണ്ടോ? അതിനല്ലേ സിനിമ ഇതുപോലെ ഇത് മതില്ലേ കറുകപ്പട്ട? 1/2 കിലോ വാങ്ങണോ? ഹായ് ബ്രോ. ഹായ്. ഓ എന്ത് വണ്ടി കണ്ടിട്ടേ ഓക്കെ സീറോ. വറ്റൽമുളക് കാണുമ്പോ ഇപ്പൊ പേടിയാ, നെഞ്ച് പിടക്കുക ഡും ഡും. ഇതെന്താ പട്ടിക്കുള്ള ഓടിച്ചോ? ശരിക്കും കിളിന്റെ തീറ്റയാണ് നമ്മൾ തിന്നണ്ടേ. തേന കാര്യം അപ്പൊ സ്ലിം ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. തേന ഇങ്ങനത്തെ സാധനങ്ങൾ തിന്നണ്ടേ. തേന എന്നുണ്ട് മനുഷ്യന്മാർ, എനിക്കറിയാം, പക്ഷെ ഞാൻ അതിൽ പറയില്ല. അപ്പൊ ഞാൻ ഒരു ഞാൻ തേന എന്നാണ്, ഞാൻ എന്തെങ്കിലും തേന എന്നാണ്. അപ്പൊ സ്ലിം ആയിട്ട് കാണണല്ലോ, ഞാൻ സമ്മതിച്ചു കേട്ടോ. പാൽ എത്ര വെക്കാൻ എനിക്ക് ആവശ്യമുള്ള എത്ര എടുത്തോ അവിടുന്ന്? എനിക്ക് ഇഷ്ടമുള്ള എത്ര എടുത്തോ? ബാസിലിന് അറിയാലോ അളവൊക്കെ. യോഗത്തിന് നല്ല ചെലവാട്ടോ ഇവിടെ. ഇന്നലെ പുള്ളി നമ്മൾ തന്നെ വാങ്ങി. പക്ഷെ എന്തൊക്കെയാ ഇപ്പൊ വാങ്ങി? ആകെ ആരാ ചതച്ചിട്ട മല്ലിച്ചപ്പും ഒരു പാക്കറ്റ് മൈദപ്പൊടിക്കാണ് വലിയ മറ്റേ ആപ്പക്കുറിച്ചും കൊണ്ട് നടക്കുന്നത്. നമുക്ക് ബാസ്കറ്റ് മതിയാവുന്നത്. റെഡിയാണോ? ആകെ വിഷയങ്ങളാണ്. 3 കപ്പാണ് പാല് വേണ്ടത്. അപ്പൊ ഞാൻ ചോദിച്ചു കപ്പിന്റെ അളവ് എത്രയാണ്? നമ്മൾ സാധാ വെള്ളം കുടിച്ചിട്ട് 200 300 ഇതൊക്കെയാണ് വരില്ല, ml ഒക്കെയാണ് വരില്ല. അപ്പൊ അത് 1 ലിറ്റർ ഉണ്ട്, കുഴപ്പമില്ല കേട്ടോ. 3 കപ്പിനുണ്ടാവും, അതിന്റെ മേലെ പറയല്ലേ. ഇത് വേണോ നൂൽപുട്ടിൻ്റെ? റെഡി ടു ഈറ്റ് സാലഡിൽ എന്തൊക്കെയുള്ളത് നോക്കട്ടെ കേട്ടോ. ഉണ്ടാക്കണം. ചെറിയ തക്കാളി, ക്യാപ്സിക്കം, ഇത് കിട്ടി. ഇതുണ്ടാക്കാം. ആ സിനിമണതാ. നമ്മൾ ഈ വലിയ വണ്ടി എടുത്തതേ മോശമായിട്ടോ. ആൾക്കാരൊക്കെ ദീക്ക് നോക്കാം. പൈനാപ്പിൾ എടുക്കണോ?
ഫ്രൂട്ട്സ് എടുത്താലോ? ആ കണ്ടേ നമ്മളെ ചെക്കനാട്ടോ. ഷിജു എന്താ വിശേഷം? സുഖം. ഒരാളുള്ളൂ. നല്ല നല്ല 2 പൈനാപ്പിൾ എന്താ എനിക്ക് ഇന്ന് ജ്യൂസ് ആക്കാൻ പറ്റിയേ? നാവിൽ കൊതിയാവുക. പൈനാപ്പിളിന്റെ വേറെന്താ വേണ്ടി? വേറെ മതിയാവും അല്ലേ? മറ്റേ ഐൻസ്റ്റീൻ്റെ ഒക്കെ തലേക്ക് പേരക്കാണ് ചാടിക്കണുണ്ടല്ലോ. ഉത്ഭവിക്ക ഈ പേരക്ക ഇങ്ങനത്തെ പേരക്കാണ് ചാടിക്കണുണ്ടല്ലോ. മൂപ്പർക്ക് പിന്നെ ആ ശാസ്ത്രം വന്ന് ലോകത്തോട് പറയാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടൂല. ഇനി തട്ടിപ്പോകും. ഇനി പക്ഷെ ഷമാമ ചെറുതായി പോയി. ഷമാമ ഫുള്ള് ചെറുതാ. വാ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി സാധനങ്ങൾ വാങ്ങിയിട്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ, സാമഗ്രികൾ എന്നുള്ള വിശേഷങ്ങളൊക്കെ കാണാം. സോ വി ആർ ഗോയിങ് ടു ഹിറ്റ് 3 million subscribers. So please do subscribe. അപ്പോൾ ഇതാ സുഹൃത്തുക്കളെ, ബാസിലിന്റെ ഗാഡിയിൽ ഇവിടെ 2 ടീമുകൾ പുറപ്പെടുകയാണ്. ആ, അതായത് ഭക്ഷണം നേരത്തെ വെക്കണമെന്ന് സാധനം ആദ്യം തരാന് ഒരു 2 മിനിറ്റ് തുടങ്ങാം. നേരെ പോയിട്ട് അടുക്കളയിൽ ചാടിയല്ലേ. അപ്പൊ അതുകൊണ്ട് അല്ല, ഇത് ലിസ്റ്റിലില്ലാത്ത കുറെ സാധനങ്ങൾ ഇവിടെ എപ്പോഴും. വാലന്റൈൻസ് ഡേ ഡയറി മിൽക്കാ ലിസ്റ്റിലുള്ളത് 4 സാധനം, ഇവിടെ വന്നിട്ട് 15 സാധനം. വാലന്റൈൻസ് ഡേ ഞാൻ അപ്പോഴും തോന്നി വാങ്ങിയ സാധനത്തിന് 1800 ഒന്നും ബില്ലാവാൻ ചാൻസ് ഇല്ലല്ലോ. അല്ല, ആകെ എന്താ വാങ്ങിയിട്ടുള്ളോ? 1 കിലോ മൈദ, പിന്നെ 2 ക്യാപ്സിക്കം, പിന്നെ ഒരു പാലും പാക്കറ്റ്, പിന്നെ മല്ലിച്ചപ്പൂർന്ന് കിട്ടിയിട്ടില്ല. ബില്ല് നോക്കുമ്പോ 1800. ഡെയിലി ഇവിടുന്ന് വാങ്ങണോണ്ട് എന്റെ പേര് പറ്റിക്കുന്നുണ്ടോ? അല്ല, മല്ലിച്ചപ്പ് നിങ്ങൾ വാങ്ങിക്കോളൂ. നിങ്ങൾ നേരത്തെ പോകണം എന്തായാലും. ഇല്ല, ഞങ്ങളെ ബാക്കിൽ വരും. വെറുതെ ഒരു സ്റ്റൈൽ. അപ്പൊ സുഹൃത്തുക്കളെ, ചെറിയ വിറകൾ ഉണ്ടാവും. സാധന സാമഗ്രികൾ വാങ്ങി ഞങ്ങൾ പുറപ്പെടുകയാണ് വീട്ടിലേക്ക്. അപ്പൊ എന്തായാലും വീട്ടിലെത്തിയിട്ട് ബാക്കി വിവരങ്ങൾ, വിശേഷങ്ങൾ, എന്തൊക്കെയാണ് ഞങ്ങൾ കുക്ക് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഓഡിയൻസിനെ കോരിത്തെരിപ്പിക്കുന്ന രീതിയിലുള്ള ഡിഷുകൾ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് എന്നത്തെയും പോലെയല്ല, പണി അറിയാവുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെ ഉള്ളത്. സോ അച്ചു ഞങ്ങൾക്ക് ഞങ്ങളെല്ലാം ഉണ്ടാക്കി പാളിയോലാണ്. തോറ്റവനാണ് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവുക ജീവിക്കാൻ. ജീവിതത്തിൽ എപ്പോഴും ജയിച്ചവരെക്കാട്ടിലും കോൺഫിഡൻസ് ആർക്കും ഉണ്ടാവും അച്ചോ? എപ്പോഴും തോറ്റവനുണ്ടാവും. കാരണം ഓനൊന്നും നഷ്ടപ്പെടാണ്ടാവില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഇന്നേ വരെ കുക്ക് ചെയ്യാത്ത ഒരാൾ കുക്ക് ചെയ്യണ എത്ര സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ അതാണ് അന്തമുട്ട് തരിപ്പില്ല നിൽക്കണം. ഫുൾ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. വെക്കാലിന് പോലെ തന്നെ വെക്കണം, പിന്നെ നമ്മളും കൂടി കൊടുക്കും. ഇറാനി കഞ്ഞ വന്നാൽ മതി. ഇറാനി പോളാന്ന് പറഞ്ഞിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടാണ്ട് നോമ്പ് വെക്കാണ്ട് പൈനാപ്പിൾ എന്ന് പറഞ്ഞ ഓനിങ്ങനെ ഒരു തോട്ടം പൊടിച്ചോ പേരക്കാരൊക്കെ കണ്ടോ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ വ്ളോഗിന്റെ ക്യാമറ അതിൽ ഇതിലൊക്കെ നടക്കണം കേട്ടോ. നിലമ്പൂരൊക്കെ കണ്ടില്ല, അവിടെ ഇവിടുന്നൊക്കെ വാങ്ങി തിന്നോളി. ഈ ക്യാമറയുടെ മുന്നിൽ വരാതെ തിന്നോണ്ടി. പിന്നെ വന്നിട്ട് കമന്റ് ഇട്ടിട്ട് ബ്രോ ഈ പോർഷൻ ഡിലീറ്റ് ആക്കുമോ, വീട്ടിലാകെ സീനായി ബ്രോ എന്ന് പറഞ്ഞ സീനാവട്ടോ. അപ്പൊ എന്തായാലും വീട്ടിലെത്തിയിട്ട് ഫുഡും കുക്കിങ്ങും പരിപാടിയൊക്കെ കാണാം. അപ്പൊ പഞ്ചിത മങ്കി എന്ന്
പഞ്ചിത മങ്കി പറഞ്ഞിട്ടൊരു മങ്കി ഉണ്ടല്ലോ, പുതിയ മങ്കി. നമുക്ക് ഇതിന്റെ വ്ളോഗ് എടുക്കുന്നതിൽ ഇതൊന്നും കാണാനുള്ള. എനിക്ക് ജനങ്ങളോട് പറയല എന്താ വെച്ചാല് വ്ളോഗ് ഇടൂ പറയണ ഇങ്ങനെ ഞെരിപിരി കൊള്ളിക്കല്. കാരണം എനിക്ക് ലോകാറിവ് കിട്ടണില്ല. ഇപ്പൊ വെറും വ്ളോഗത്തെ അറിവ് മാത്രമേ കിട്ടണുള്ളൂ. ഇതിലാണെങ്കിൽ ഫുള്ള് മണ്ടത്തരം, അറിവൊന്നും കിട്ടണില്ല. അപ്പൊ പഞ്ചിത മങ്കിന്റെ അറിവ് ഇപ്പോഴാണ് ഞാൻ ഒരു മങ്കി ഇങ്ങനെ അങ്ങോട്ട് നടക്കുന്ന 2 സൈറ്റ് ഞാൻ കണ്ടോ. എന്താ സംഭവം? അറിയാം മങ്കി ഉണ്ടാവും. ആ മങ്കി അതിന്റെ അമ്മന്റെ അടുത്തേക്ക് ചെല്ലുമ്പം ആ മങ്കിനെ അതിന്റെ അമ്മ അടിക്കും വെറുതെ. അങ്ങനെയല്ലേ? അപ്പൊ അതിന് ഉന്തിടും. അപ്പൊ ഉന്തിട്ടിട്ട് അത് അതിന്റെ മുതലാളി ഫുഡ് കൊടുക്കാൻ വരൂലേ, മങ്കീസ് ഇങ്ങനെ മൃഗശാലയത്തെ. അപ്പം അതിന്റെ മുതലാളി ഇങ്ങനെ കൊടുക്കാൻ വരുമ്പോ, ഫുഡ് കൊടുക്കാൻ വരുമ്പം അത് ഓടും ആ മുതലാളിന്റെ അടുത്തേക്ക്. കാരണം അതിന് പുറത്തേക്ക് പോണം. അതിന്റെ ഉള്ളിൽ ഇന്ന് എല്ലാരും ഉപദ്രവിക്കല്ലേ. അപ്പം അങ്ങനെയൊക്കെ. അതിനെന്താ പ്രശ്നം? മൃഗശാല അങ്ങനെ തന്നെ അല്ലേ? അല്ല, അതിന്റെ ഒരു നൂറന്നെ അത് ഫുള്ള് കണ്ടിട്ടില്ലേ? ഞാൻ ഫുള്ള് കണ്ടിട്ടുണ്ട്. എന്നാ അച്ഛനോട് എന്താ അതൊരു 8:30 ടൈമിലാണ് രാവിലെ. ഇത് ചോറുള്ള പള്ളിയാ? നല്ല തിരക്ക്. 4 മണി മുതൽ ആള് മൊത്തം കൂടി. ചോറുള്ള പള്ളിയാണോ ഡൗട്ട് ഉണ്ട്. ചോറുള്ള പള്ളി എന്താ അറിയോ നൂറ, ഞാൻ കണ്ട എന്താ അറിയോ, ഒരു മങ്കി, ഒരു ചെറിയ മങ്കിയാവും, അതിൻ്റെ അടുത്ത് ഒരു പാവമങ്കി ഉണ്ടാവും. അപ്പൊ അതിന്റെ അമ്മ ഇതിനെങ്ങനെ അടിച്ചോണ്ടിരിക്കും. അപ്പൊ ഇത് തിരിച്ച് റിട്ടേൺ പോവാ ഈ പാവമങ്കിന്റെ അടുത്തേക്കാവും. എപ്പോഴും അടി എത്ര കിട്ടിയാലും ഇത് ഈ പാവമങ്കിന്റെ അടുത്തേക്ക് എത്തും. അതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് പാവമങ്കിയാണ് അല്ലേ? ഇതറിയണോലുണ്ടോ ഒന്ന് കമന്റിൽ കറക്റ്റ് വിശദീകരണം തരാം കേട്ടോ. എന്താണ് സംഭവം, എന്താണ് പഞ്ചിതമങ്കിനെ കുറിച്ച് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങളൊന്നും അറിയിച്ചിട്ട് പറഞ്ഞുതരാം. ഇവിടെ പഞ്ചിതമങ്കി എന്താണെന്ന് ഫുൾ ഓപ്ഷൻ കിട്ടാത്ത ഒരു പറ്റ ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്നാലും പഞ്ചിതമങ്കിനെ കുറിച്ച് പറയാൻ വീട്ടിലെത്തിയിട്ട് കാണാം. സുഹൃത്തുക്കളെ, തിരക്ക് പിടിച്ച കുക്കിംഗ് വേളകൾക്കിടയിൽ ഒരു സൗഹൃദ സമ്മാനവുമായി നമ്മുടെ കൂട്ടുകാരനും വീട്ടുകാരനും നമ്മുടെ വഴികാട്ടിയുമായിട്ടുള്ള നമ്മുടെ ബാസിൽക്ക് നമ്മൾ എടുത്തെത്തിയിട്ടുണ്ട്. കൊടുക്കാൻ പറഞ്ഞതാണ് നമുക്കുള്ളതല്ല, ആർക്കില്ല. ആദ്യം പറഞ്ഞ് ഇത് അനാൻഷ കൊടുക്കണം. ഞാൻ പറഞ്ഞു അനാൻഷന്റെ കാര്യങ്ങളൊക്കെ തന്നെ സമയം കിട്ടില്ല. അപ്പൊ ഓര് ഇതിന്റെ ഒരു ആസ്വദിക്കാൻ ഇത് കിട്ടൂല. അപ്പൊ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഇത് ഇപ്പച്ചിക്കും വെച്ച് കൊടുക്കണം. ഓർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ആസ്വദിക്കാൻ പറ്റുണ്ടോ ഇല്ലെങ്കിൽ നേരെ കൈമാറിയാൽ മതി. പൊട്ടിച്ചോക്ക്. പുസ്തക വായന ഞാൻ കഴിഞ്ഞ സ്കൂൾ വായന ദിനത്തിന്റെ ടൈമിൽ നിർത്തിയതാ. ആ ഒരാഴ്ച വായനഭാരമായിട്ട് ആഘോഷിച്ച് ഞാൻ ഇറങ്ങിയതാണ് 10ാം ക്ലാസ്സിന്. ഇത് വൺ പാക്കിംഗ് ആണ്. അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കണം. അതെന്താ അത്രയും സേഫ് ആയിട്ട് വല്ല അയച്ചേക്കണം. അതെന്താ തുറന്നു നോക്കാം. ബോംബൊന്നല്ലോ. അല്ല, ഓ ഇതിന്റെ ഉള്ളിൽ വീണ്ടും പൊതി. ഓ ചൊറുക്കില് ഇതാക്കി. ആസ്തെറ്റിക്. നൂറാണ് ഇപ്പൊ ഇതെങ്ങനെ അൺബോക്സ് ചെയ്യാറിയോ? ഇത് അല്ല, ആസ്തെറ്റിക് സാധനങ്ങളൊക്കെ എങ്ങനെ തുറക്കുക? ഇതെങ്ങനെ തുറക്കല്? അല്ല, അത് സിമ്പിൾ ആണ്. ഇങ്ങനെ തന്നെ. മുങ്ങിയോ? നീ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയണ്ടേ 2 സുന്നത്ത് നിസ്കരിച്ചാൻ പോയി. അയ്യോ, എന്ത് ചോദിച്ചാലും ഫുള്ള് ഓൺലൈനിൽ നിൽക്കണം. ഓതാണ് ചോദിച്ചു ഇതിന്നും പൊട്ടിച്ചണം. ഇതിന്നോ അല്ലത് പൊട്ടിച്ച് പോകുന്നു ഉണ്ടാവില്ല ഉള്ളില്. മറ്റേ സമ്മാനം കൊടുക്കണ്ടല്ലേ, വലിയ ആദ്യം വലിയ പെട്ടി, പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയ പെട്ടി. അതാ പറഞ്ഞേ. സെന്റ് ആടാ ആ വീഡിയോ അത് 1 മില്യണായി. ആരോ ഇട്ടതാ. നിഷ്കളങ്കനാണ്. ഓൻ ദർശന വീട്ടിൽ പോവാണ്. ഇന്നലെ തുറവിക്കോയപ്പോ ആശുമത്താ വെട്ടത്തി മുറിച്ചു വിട്ടണം. ഇത് പൊളിച്ചാന് ചില്ലാണ്. ആഴ്ചമ്മത്ത ഒരു ചില്ല് നല്ല കിട്ടാ നീ നേരത്തിട്ടോ. ചില്ലും പൊളിയാണ്.
ആഴ്ചമത്ത ചില്ലുംബോളി ഇന്നെന്താ അറിയോ പുതുതലമുറ ഗേൾസിന്റെ കുക്കിംഗ് മാമാങ്കം. ആ അയ്യോ പാളി. ഒരു മിനിറ്റ്, നമ്പർ ബിസിയാണ്. അപ്പൊ എന്താ മകൾ ചോദിക്കണേ, എന്തെങ്കിലും പറഞ്ഞേരി. ആ കയ്യിന്ന് പോയിക്കണ്. ഹലോ ഇമ്മ. മനസ്സിലായി. ഷോക്ക് വെക്കണാണ്. പക്ഷെ തുറക്കാൻ കഴിയൂല. പക്ഷെ ഇത് ഭയങ്കര നല്ല രസം, നല്ല രസം. ഓരോ ബുക്കിന്റെ പേര്. അല്ല ഇതെന്താ ഇപ്പൊ സംഭവം? ഇതിങ്ങനെ എടാ ഇത് ഇതൊക്കെ ഫേമസ്. ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ ബെൽറ്റാണ്. ഇത് ബെൽറ്റ്, ഇത് ബെൽറ്റ്. മൈ ലിറ്റിൽ ലൈബ്രറി. ഇതിന്റെ പരിപാടി. ഒരു പുസ്തകത്തിന്റെ 2 പുറംചട്ടകൾ, ഒരു മുറിയുടെ 4 ചുവരുകൾ മേൽക്കൂരയാകുന്നു. നാം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മുറിക്കുള്ളിൽ ജീവിക്കുക. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കവികളുടെ വിളയാട്ടാണല്ലോ അടുക്കളയില്. ഇന്നലെ വന്നതും. ആ അപ്പൊ ഇതെന്താ വെച്ചാല് ഇങ്ങനെ കാണണം. മിനി ലൈബ്രറി. ഇതാ ഇതിപ്പോ ഇവിടെ വെച്ച എന്തായി, ഇവിടെ ഒരു ലൈബ്രറി ഉള്ള മൂടായി. ആ റാം ആനന്ദിക്കോ, മാധവിക്കുട്ടി, ആട് ബഷീർ. അല്ല ബഷീറിന്റെ ആട്. പാളി അല്ല കാളി. MT പ്രേമലേഖനം. ഇതൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ബുക്കാണ്. MTന്റെ വിലാപയാത്ര, ഖദീജ, ചെമ്മീൻ. ഈ റാംകോ ആനന്ദ് അല്ലേ ലേറ്റസ്റ്റ് ബുക്ക്? ബാസിലെ റാം സിയോ റാംകോ ആനന്ദി. അത് അടിപൊളി ഇതാണ്. ഒരു റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു കഥയൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. ലവ് സ്റ്റോറി. ലവ് സ്റ്റോറി. അപ്പൊ ഇതൊരു ഷെഫ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. സാധനങ്ങൾ മൊത്തം ഇവിടെ നിരന്നു. ഷെഫ് ഇതുവരെ എത്തിയിട്ടില്ല. 2 ക്യാപ്സിക്കം, ഒരു മറ്റേ കക്കരി, കുറച്ച് മല്ലിച്ചപ്പ്, 2 പൈനാപ്പിൾ, ഒരു പാലും പാക്കറ്റ്. ഇതുകൊണ്ട് കായ്പോളാവോ? എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് കായ്പോളാവോ. കോൺഫിഡൻസ് ഉണ്ട്. ചിക്കനും ചിക്കനും മറ്റേന്നില്ലേ ഏട്ടാ, അവിടെ കാണുന്ന പോലെയല്ല ഇവിടെ. ഇവിടെ രാവിലെ മുതൽ പണിയാ. എവിടെ ജി? ആ മാരിബിനാണ് ട്ടോ ഇവിടെ നോമ്പ്. വിശാഖിനല്ല. വരട്ടേന്നോ? എൻട്രി ഒക്കെ ഉണ്ടോ? വരട്ടേന്ന് എന്താ അവിടെ ചെയ്യാണ്? എനിക്ക് സാധനം അറിയില്ല. അതില് കുഴഞ്ഞു. കാരണം ഇനിയിപ്പോ ഒറ്റക്ക് വേണല്ലോ. അല്ല ഓളെന്നെ പറഞ്ഞേ, നമ്മളാരും നിർബന്ധിച്ചിട്ടില്ല. ഞാൻ കായ്പോളം ഉണ്ടാക്കും പറഞ്ഞേ. അതിലതല്ലെങ്കിൽ അതിനുള്ള സാധനം കിട്ടിയില്ല ഞാൻ ചിക്കൻ പൊട്ടി തെറിപ്പിക്കുന്നതാണ്. പൊട്ടിത്തെറി ഓൾറെഡി അടുക്കള പഴയ ബിൽഡിംഗ് ആണ്. ആ കുറച്ച് പഴക്കണ്ട. അപ്പൊ അതിന് വെച്ചിട്ട് ഒരു പൊട്ടിത്തെറിപ്പിക്കാനുള്ള ഒരു ശേഷി ഇതിനില്ല. ഈ നോമ്പ് കാലം കൂടി അടുക്കള നിന്ന് പോണമെന്നുണ്ട്. അപ്പം എന്തായാലും നമ്മളെ ഷെഫ് വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ. ഇന്ന് കത്ത് വന്നിട്ടില്ല. ഡെയിലി കത്ത് വരികയാണേ. ഒരു നല്ല അഡ്രസ് നമ്മളെ അഡ്രസ് അല്ലാതെ ഒരു അഡ്രസ് നമ്മൾ കൊടുക്കണം. കത്തുകൾ പരിപാടികളൊക്കെ. എന്നാ ഷോപ്പില് വെറും അഡ്രസ് തപാൽ ഓഫീസറെ പിരാകും ഷോപ്പിനെ. ആ അല്ല എന്നിട്ട് തപാലാരോട് പറയാ നമുക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല. ഞങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടം വന്നാൽ മതി. അവരോട് പറയാ എല്ലാം പൊറുക്കി കൂട്ടി മാസത്തിൽ ഒരിക്കൽ വന്നാൽ മതി. നമുക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല. ഒരു കംപ്ലൈന്റും ഇല്ല. അവിടെ കൂട്ടിട്ടോ നമ്മളൊരു ബാഗ് കൊണ്ടേ വെക്കാം. ഞമ്മക്ക് വരേണ്ടതായിട്ടുള്ള ലവ് ലെറ്റർ വേറെ ലെറ്റർ പറഞ്ഞാല് ഫുൾ സാഹിത്യം. ഈ വായിച്ചു പോയിക്കോ ജുലിയും. എന്നിട്ട് വായിച്ചു ലിങ്ക് ആവുണ്ടോ നോക്കാം അതൊക്കെ. അപ്പൊ എന്തായാലും ഷെഫ് വന്നിട്ട് കാണാം. അപ്പൊ അതാ നമ്മള് ഗൾഫിൽ നിന്ന് കൊടുക്കുന്ന ചോപ്പർ, ഇവിടെ ഗൾഫിൽ നിന്ന് വന്ന് ഇവിടെ അനാഥനായി കിടക്കുന്ന ചോപ്പർ ഇന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ഇന്നലെ എത്ര ഗതിയായിട്ടാ ഞാൻ സത്യം. ഇത്രയും കാലം അത് വാങ്ങിയിട്ട് ഈ ചോപ്പറെ കൊണ്ട് ഇന്ന് അജ് വരേണ്ടി വന്നു. ഇജും നെസ്വയൊക്കെ വരേണ്ടി വന്നു ചോപ്പർ തുറക്കണമെങ്കിൽ. ആ നെസ്വ വരേണ്ടി വന്നു. കാണിച്ചു കൊടുക്ക്. ശ്രീരാമ ലക്ഷ്മണനും സീതയത്തു. നമ്മളെന്താ ഉള്ളിച്ചമ്മന്തിയോ? ഒന്ന് നല്ലതും ഒന്ന് കേടായാലും ഒന്നല്ലോ ചീത്തതോ. അല്ല 2 സെറ്റ് പറഞ്ഞാൽ 2 സ്റ്റൈലോ 2 ഫ്ലേവർ. ആ
എന്തിനീ എടാ ഒന്ന് മതി ഒന്നിനുള്ള നേരം തന്നെ ലാഗി മുക്കാൻ മണിക്കൂർ. ഒന്ന് മതി. ഞാൻ കുറച്ച് ഹെവി ഷെഫാണ്. ഒന്നുകിൽ 2 ഫ്ലേവർ അല്ലെങ്കിൽ 2 ഉണ്ടാക്കും. ഞാൻ ബിരിയാണി അല്ല, ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഇറങ്ങിയപ്പോൾ ഇത് കണ്ടിട്ടാണോ? ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങളും ഉണ്ടാക്കണ്ട. താങ്ങാൻ വയ്യ. ഉള്ളി, കുറച്ച് സാലഡ്, കുറച്ച് ക്യാപ്സിക്കം, അല്ലല്ല കുറച്ച് ചിക്കന് ചെയ്തിട്ട് ഒരു സാലഡ് പോലെ ഉണ്ടാക്കാം. ഫുള്ളാക്കാം. നൈസിൽ വയറ് ഫുള്ളാക്കാം. പിന്നെ കുറച്ച് ഓട്സ്, സൺഫ്ലവർ ഓയിൽ, മയോണൈസ്, അൽഫാം, ചെറിയ കുറച്ചുകൂടി ആക്കണം. അമ്മച്ചിയെ കുറച്ച് പൂള തീമിട്ടോളി. ഒരു സേഫ്റ്റിക്ക് എന്താ പറയാ, ഉള്ളിന്റെ അഥവാ ലാസ്റ്റിക്ക് പാളി ഉള്ളിച്ചമ്മന്തി ആക്കാം. കുറച്ച് നീട്ടി പറഞ്ഞിട്ട് അവള് ഞാൻ നടക്കണേ. പറയൂ അടുത്ത ഒരു പണി എടുക്കണ്ട. ലിയ എന്താ പറയോ, സാലറിന്ന് പൈസ എടുത്ത് പരിക്കാച്ചു കൊടുത്തു. നോമ്പ് തുറക്കാനുള്ള എല്ലാം പാർസൽ. പക്ഷെ ഇന്ന് എന്നോട് സഹകരിച്ചു. കുത്തും. അതിവിടെ വന്നാ എല്ലാരും കാലും റൗണ്ട് കുത്തും. 4 ദിവസം വന്നാ റെഡിയാവും. അല്ലാത്തപ്പോ ഇങ്ങനെ തട്ടി ഇങ്ങനെ പോകും. ശീലായിക്കോളൂ. റെസ്റ്റ് എടുത്താ ആ പേര് പറഞ്ഞ റെസ്റ്റ് എടുത്തോ. നമ്മളിപ്പോ സെയിൻപിച്ചാണ്. എനിക്കും ഇഞ്ചുറി, എനിക്കും ഇഞ്ചുറി. ലീ ഉണ്ടാക്കിയ ഡിഷിന്റെ പവർ ആലോചിച്ചു. 2 ആൾ ഇഞ്ചുറി ആയിട്ട് സൈഡായി. അതും തുടങ്ങിയിട്ട് പോലില്ല. ആദ്യ പകുതി പിന്നിടുമ്പോൾ സെന്റർ ഫോർവേഡും ഡിഫൻഡറും പരിക്ക് പറ്റി പുറത്തു പോയിരിക്കുന്ന അവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. അതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇത് മറ്റേ തേങ്ങ അരിഞ്ഞു വെച്ച പോലെ ഉണ്ട്. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. അതല്ല ഇതൊന്നും എത്ര ഉള്ളി. അപ്പൊ ഉള്ളിയല്ലേ പുള്ളി ചോദിക്കുക. ആകെ എത്ര പോകുന്ന സാധനം ഉണ്ടാക്കണത്, അതിന് എത്ര പോകുന്ന ഉള്ളി വന്നു. ഉള്ളിപ്പീസാണോ ലിയൻ ഉദ്ദേശിച്ചത്? പാലിയുടെ അംശം അല്ല ഞാൻ കേട്ടെ ഉള്ളി നമുക്ക് അറിയാത്തോണ്ട് ചോദിക്കട്ടെ. നമ്മള് വാട്ടി വരുമ്പോ ചിലപ്പോ പക്കയാവും. അതുകൊണ്ടാണ്. അല്ല ഇതിക്ക് ചിക്കൻ ഒന്നും വേണ്ട. വരുന്നുണ്ട്. ഓക്കെ. ചിക്കൻ പുഴുങ്ങിയതാട്ടോ നമ്മള്. സംശയങ്ങൾ ചോദിച്ചു. അതായത് കടയിൽ നിന്ന് ജസ്റ്റ് കൊടുന്ന ഫുൾ ചിക്കൻ നമ്മൾ എന്ത് ചെയ്യണം, ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചിട്ട് അത് പച്ചക്കടിക്കാൻ പോകും നമ്മൾ. അങ്ങനെ തന്നെ അല്ല, കുറച്ചൊരു കുരുമുളകും കുറച്ചൊരു മഞ്ഞപ്പൊടി ഇട്ടാ. സോറി, എനിക്ക് കലോറി കയറ്റാൻ വയ്യ. എന്നാ പിന്നെ അങ്ങനെ തിന്നോക്കട്ടെ. പ്രാചീന മനുഷ്യന്മാരെ പോലെ. അതിൽ കുരുമുളക് അങ്ങനെ പോയി വിട്ടത്. അതിൽ കുരുമുളക് പൊടി പോലും വരൂല. അടുക്കളയിൽ ഇന്ന് പുത്തൻ താരങ്ങൾ, അതായത് പുതുതലമുറ വയസ്സുമാരെ അടുക്കള ഏറ്റെടുത്തപ്പോൾ പഴമ അസോസിയേഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള ആയിഷമാതാക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അപ്പോൾ ഓൾ കേരള പഴമ അസോസിയേഷൻ പ്രസിഡന്റും കൂറ്റമ്പാറ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള ബാസിലെ ആയിഷമാത നമ്മളെ കൂടെ ഉണ്ട്. ഗിവവേന്റെ ആൾക്കാരാ? ഒരു ലേഡിയാ? 5-6 ലേഡിയാ? 5-6 അടിച്ചിട്ടില്ലല്ലോ. അതുപോലൊക്കെ ഞാൻ പറഞ്ഞു വിട്ടു. അപ്പം പറഞ്ഞു വിട്ടു. അപ്പൊ പഴമയുടെ തനിമ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ആയിഷമാത്തനെ ക്ഷണിക്കുന്നു. പുതുതലമുറ യുവതികൾ അടുക്കളയിൽ അവൈലബിൾ ആവുന്നില്ല എന്നുള്ള ആയിഷമാത്ത മുമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ അതിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ട് അടുക്കളയിൽ അവൈലബിൾ ആവുന്ന കുട്ടികളും നമ്മുടെ തലമുറയിൽ ഉണ്ട് എന്നുള്ളത് സംശയം ഉളവാക്കുന്ന കാര്യമാണ്, ആദർശം നൽകുന്ന കാര്യമാണ്. എന്താണ് പറയാനുള്ളത്? കുട്ടികളുണ്ടാകട്ടെ. കുറച്ച് റഫാണെന്ന് തോന്നുന്നു. ക്ലൈമറ്റ് ശരിയല്ല. ആയിഷമാത്ത ടെറിട്ടറി കയറി കളിക്കണ്ടോ? റഫ് മോഡാണ്, ടെറിട്ടറി മോഡാണ്. നമുക്ക് ഗിവ് അവേ വിന്നേഴ്സിന് സമ്മാനം കൊടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ലാസ്റ്റ് കണ്ടക്ട് ചെയ്ത ഗിവ് അവേയുടെ വിന്നർ നമ്മളെ കൂടെ ഉണ്ട്, തെൻസിഹ. അപ്പോൾ തെൻസിഹ എന്നാണ് അവരുടെ പേര്. പാണ്ടിക്കാട് നെല്ലിക്കുത്ത് സ്വദേശിയാണ്. അപ്പം ഓൾക്കുള്ള സമ്മാനം എല്ലാവരെയും മുന്നിൽ വെച്ച് കൊടുക്കുകയാണ്.
17 Pro ഉണ്ടോ? ഹാപ്പിയാണോ? ആ ഹാപ്പിയാണോ? ആ ഹാപ്പി? ഗെയിം കളിച്ചെടുത്തോണ്ടിട്ടോ ഫോണ്? ആ ഓക്കെ ഓക്കെ. അപ്പം ഗിവ് അവേ കിട്ടുമ്പോൾ ഇങ്ങനത്തെ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുത്താൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളൊന്നും പോലെ നമുക്ക് സമ്മാനമായിട്ട് തന്നാണ് കേട്ടോ. ഇതിലെന്തൊക്കെയുള്ളത്? ഏയില് അപ്പം ഇത് റൈറ്റിംഗ് ഖുർആന നോർമൽ ഹാൻഡ് റൈറ്റ്. എടാ പിടിക്കടാ ബാസിൽ വാ. നൂറ് പിടിച്ചാ ഇവള് ചെയ്യും ക്രോഷേ. ഓള് ബാഗ് ഉണ്ടാക്കും. തുന്നി ഇപ്പൊ നൂലൊന്നുമില്ല ആകെപ്പോ നൂലുണ്ടാവുമല്ലോ തുന്നലുണ്ട്. അപ്പോൾ ഓലാണ് പാണ്ടിക്കാട് നിന്ന് വന്ന ഫാമിലി കേട്ടോ. ഒരു ഫുൾ ഫാമിലി ഒരു കാറിൽ അങ്ങോട്ട് വന്നു നോമ്പിൻ്റെ ടൈം ആയപ്പോത്തിന്. അപ്പം വുമൻ എംപവർമെന്റ് സിന്ദാബാ. പാണ്ടിക്കാട് ഭാഗത്തൊക്കെ വൻ വുമൻ എംപവർമെന്റ് ആണ് കേട്ടോ. ഞാൻ കരുതി ആരും കാണുന്നില്ലല്ലോ സാധാരണ അല്ലേ, ഇവിടെ ഫസ്റ്റ് ടൈം അല്ലേ? അല്ലെങ്കിൽ ഇപ്പേ ആരെങ്കിലും കാക്കമാരോ ഏട്ടന്മാരോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും വരല്ലോ ഓല ഫസ്റ്റ് വരല്ലേ. ഞാനിങ്ങനെ നോക്കുമ്പോ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഈ കുറെ ഗേൾസ് ഉണ്ടല്ലോ എന്താ സംഭവം, പിന്നെ പറയുമ്പോൾ മനസ്സിലായത്. ഇവിടെ അറിയില്ല, ഇവിടെ എന്റെ ഇപ്പാനെ അറിയുള്ളൂ. ഇപ്പാന്റെ പേര് ചോദിച്ചാലേ ഇവിടുത്തെ ആൾക്കാർ പറയുള്ളൂ. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര സപ്പോർട്ടീവാണ്. ഇവിടെ യൂട്യൂബ് ഒന്നും ഇവിടെ ഫോണിൽ തന്നെ യൂട്യൂബ് ഇല്ല, അങ്ങനത്തെ ഒരു നാടാണ്. ഇപ്പാന്റെ പേര് ചോദിച്ചാൽ കറക്റ്റ് കിട്ടും. ഇപ്പൊ സിദ്ദീഖ സമാശ പേരോട് ചോദിച്ചാൽ ഓട്ടോറിക്ഷക്കാർ ഇങ്ങോട്ട് ആക്കി തന്നിട്ട്. അല്ല അവിടെ എന്റെ നാടല്ല, എന്റെ നാട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണേ. ഇവിടുന്ന് ഇങ്ങോട്ട് ഇപ്പാന്റെ പേര് വെച്ചാൽ എല്ലാവരും ഇപ്പാനും ഇമ്മാനും ഓല് ടീച്ചേഴ്സും നാട്ടുകൂട്ടായതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടാവില്ല. ഓക്കെ ബൈ അസ്സലാമു അലൈക്കും. ബൈ. ഏതാ നിങ്ങളെ പേജ് പറയുമ്പോൾ മടിച്ച് കിട്ടൂലേ? എന്താ പേജിന്റെ പേര്? അപ്പൊ ടാസ്ക് ക്രാഫ്റ്റ് എന്നുള്ള പേജിൽ നിന്നാണ് നമുക്ക് ആ ഗിഫ്റ്റുകൾ മൊത്തം കിട്ടിയിട്ടുള്ളത്. അപ്പൊ നോമ്പിന് ശേഷം കേക്കും നിങ്ങൾ ഉണ്ടാക്കണ? നിങ്ങൾ ഹോം ബേക്കറാ? പക്ഷെ എന്നാലും ഉണ്ടാക്കും. ഓക്കെ, അപ്പം കേക്കും കിട്ടി, കുറെ സമ്മാനങ്ങളും കിട്ടി. ടാസ്ക് ക്രാഫ്റ്റും പിന്നെ തെൻസിയത്താൻ്റെ കേക്കും. താങ്ക് യു സോ മച്ച്. ബൈ ഗൈസ്. പേജ് കാണിച്ചു തരി. നിങ്ങൾ ഇങ്ങനെ മടിച്ചിന്നതൊന്നും കാണൂല, നിങ്ങൾ പറഞ്ഞാലേ കാണുള്ളൂ. മലയാളി ആകെ കൂട്ടത്തിൽ ആന്തരിച്ച ഓം പലപ്പലക്കണോ അവിടെ പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇത് പുറത്തുനിന്ന് ഒരാള് ചെറിയൊരാള് ഞാൻ ചോദിച്ചത് നിങ്ങളപ്പോ വന്നാണോ? നമ്മളിപ്പോ വന്ന. അപ്പൊ ഇത് അത്യാവശ്യം സെറ്റപ്പ് പേജാണല്ലോ. ടാസ്ക് ക്രാഫ്റ്റ് നിക്കാഹ് നമ്മയൊക്കെ ഉണ്ടാക്കണേ. അർഷുവിന്റെ അത് ഞങ്ങള് കണ്ടിക്കണ്. കണ്ടിക്കണ്. അത് നിങ്ങളേനില്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് ഉമ്മച്ചിന്റെ കണ്ണട വേണം, ഇല്ലെങ്കിൽ ആകെ കുളവും. അല്ല ഇന്ന് നിങ്ങളെ കണ്ണട വേണം പറയും. എന്നാ ഓക്കേട്ടാ. ബൈ കാണാം. ബൈ. കുക്കിംഗ് നമ്മളൊന്ന് കൈ മാറിയപ്പോത്തിന്, അതായത് നമ്മളൊന്ന് കണ്ണ് തെറ്റിയപ്പോത്തിന് എന്തായി ഈ പുതുതലമുറ ഷെഫുമാരെന്താ അറിയോ, ഈ സാധനം ഉള്ളിന്റെ ഒപ്പം വയറ്റാൻ വിട്ടു. ഇതൊക്കെ തൊണ്ട കുഴിക്ക് കയറി ഇറങ്ങണേ. അപ്പൊ നമ്മളെന്താടി സേഫ്റ്റിക്ക് വേണ്ടി ഇതിന്റെ ലാസ്റ്റ് എൻഡിങ്ങിൽ മെഷീൻ നടത്തിക്കണേ. അതായത് ചട്ടിന്റെ ഇവിടുന്നൊക്കെ നിങ്ങൾ വിടുക, അവിടുന്നാണ് ഇത് ഫൈനൽ ഫിൽട്ടർ ചെയ്ത് വരുമ്പോ ഒരിത് കിട്ടാന് കൺഫർമേഷൻ കിട്ടാൻ കിട്ടി. ഫസ്റ്റ് തന്നെ കിട്ടി. അപ്പം നമ്മളെ മസാലയില് ഇന്നത്തെ കായ്പോള മസാലയില് അപ്പൊ നെക്സ്റ്റ് എന്താണേലും ആകെ പൊളിഞ്ഞിരിക്കും. നോക്കി 3 ലെയറായിട്ട് കടന്ന് കറങ്ങണേ. ഓൾക്ക് അത്ര വയ്ക്കുള്ളൂ. എക്സ്പീരിയൻസ് കമ്മി ഉണ്ടാവും, എക്സ്പീരിയൻസ് കുറവായിരിക്കും. ആയിഷ മാതാന്റെ പോലെ 78 വർഷത്തിന്റെ എക്സ്പീരിയൻസ് അവർക്ക് കാണില്ല. ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. നമ്മൾ എന്താ ഉണ്ടാക്കണേ? ഇറാനി കായ്പോള കണ്ട ഉള്ളി കൂട്ടാൻ പോലെ ഉണ്ടാവും ഫസ്റ്റ്, പിന്നെ റെഡി ആവും. ഇന്നലത്തെ ഉണ്ട് ബത്തൽ മുളക്.
100 ഗ്രാം വറ്റൽമുളക് ഇന്നലെ വറ്റൽമുളകാണ് സീനായത്. എത്ര വറ്റൽമുളക് കിട്ടും? 15 ചെങ്ങായിക്ക് 3 മതി. ഞാൻ കരുതേ ഓളുണ്ടാക്കിയ 2 റോളാണ് ആ പെണ്ണ്. അപ്പൊ ഞാൻ വിചാരിച്ച് എന്നാല് പിന്നെ ഞമ്മളൊരു 8-10 റോൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് വെച്ചിട്ടാലോ കരുതിയതാ. അല്ല അങ്ങനെ ഇടരുതേ, ഇത് മൊത്തത്തിൽ അയക്ക് അത്ര മതി. എങ്ങനെയുണ്ട് മണം? ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയുണ്ട്? ഹെവി അല്ലേ? ഇവിടെ സെറ്റ് അല്ലേ? നല്ല കാറ്റും കിട്ടും, സൺസെറ്റും കണ്ടിരിക്കാം. ലോകത്ത് വേറെ എവിടെ കിട്ടും? കൂറ്റമ്പാറന്ന് കിട്ടുള്ളൂ. അതാണ് നാട് വിട്ട് പോകാൻ ഞങ്ങൾക്ക് ആർക്കും ആഗ്രഹമില്ലാത്തത്. ഈ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവലൊക്കെ ഇപ്പം അച്ചുവിൻ്റെയും ഇബലിയും ജിംഷാൻ്റെ ഒക്കെ പ്രത്യേകത എന്താ പറയുക, ഇവൽക്കൊക്കെ നിങ്ങൾ ലക്ഷങ്ങൾ കൊടുക്കാൻ പറഞ്ഞാലും ഇവലൊന്നും നാട് വിട്ട് പോകുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ പോയിട്ടില്ലല്ലോ ചിലപ്പോ പോകേണ്ടി വരും. കാരണം ഈ ഒരു നാട്യ ഭംഗി ഇപ്പൊ ഈ തേക്കിൻ്റെയും വായൻ്റെയും കറിവേപ്പിൻ്റെയും ഒക്കെ കൂടെ ഒരു കാറ്റടിച്ച് ആടുമ്പോൾ അവിടെ ഒരു കമ്പിമ പിടിച്ച് ഇങ്ങനെ നിൽക്കണേ, ഒരു സൺസെറ്റും കണ്ട് നിൽക്കണേ, മൊയന്തടിച്ച് ഇങ്ങനെ നിൽക്കണ ആ ഒരു ഫീല് പല ഫ്ലാറ്റുകളിലും ഇപ്പൊ കിട്ടണില്ല, പല പട്ടണ പ്രദേശങ്ങളിൽ കിട്ടണില്ല, പല വില്ലകളിലും കിട്ടണില്ല. അതിനിങ്ങനെ നാട്ടുമ്പുറ ഇങ്ങനെ നടക്കണം. അഫിയ ഇന്നെന്താ അറിയോ, ഇന്ന് ഉണ്ടാക്കണതിലുപരി എന്താ കയർമലോ സേഫ്റ്റിക്ക് കുറച്ച് സാധനം പറഞ്ഞു അതേ ഏൽപ്പിച്ചതാണ്. അതൊന്ന് പോയി കൊണ്ടുവരണം. അത് പാടൂല, കാരണം വർഷങ്ങളായിട്ട് ഉപരി ഉണ്ടാക്കുന്ന ആളാണ്. പൈസ കൊടുത്താൽ സാധനം കിട്ടും. ഇല്ല ബ്രോ, നമുക്കറിയാം പൈസ കൊടുക്കാതെ കിട്ടുന്ന സാധനങ്ങളാണ് നിങ്ങളാണ് പറഞ്ഞത് ഇന്നിവിടെ ഫുള്ള് ഉണ്ടാക്കാൻ പോണെന്ന് പറഞ്ഞത്. എന്തായി പരിക്ക് പറ്റിയ ആൾ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ചോപ്പർ വെച്ചിട്ടാടി കൈ കടരും കാക്കാക്കി തരാ കൈ കടരും. ഇതൊന്ന് കറക്റ്റ് ഫിറ്റ് ചെയ്തിട്ടില്ലേ? വെറുതല്ലേ ബ്ലേഡാട്ടായി അച്ചോ. നല്ല മണം കേട്ടോ, മല്ലിച്ചപ്പിന്റെ മണം. വെറുതെ തിന്നാവുന്നല്ലേ? അല്ല മഴ ആദ്യമായിട്ട് പെയ്യുമ്പോ മണ്ണ് മണക്കൂലേ, അപ്പൊ തിന്നവായിട്ട് കറണ്ട് പോയി. ഇന്ന് മൊത്തത്തിൽ എത്തിരാട്ടോ, പ്രകൃതി കാറ്റടിക്കണ്, കറണ്ട് പോണ്, കയ്യിന് പരിക്ക് വെച്ചിന്. ബ്ലേഡൊക്കെ 3 വെളുത്തുള്ളി മസ്റ്റക്കായിട്ടോ. ചോപ്പർ വർക്കാണില്ല. അന്തരീക്ഷത്തിന്റെ മട്ടുഭാവം മാറുന്ന കണ്ടില്ലേ? എന്തോ വരാൻ പോകുന്നു. ഇവലൊക്കെ ഉണ്ടാക്കി തുടങ്ങിയപ്പോ തന്നെ പടച്ചോന അന്തരീക്ഷത്തിന്റെ മട്ടുഭാവം മാറ്റി. റബ്ബറും കുരുകൾ ചാടണ്, ഭയങ്കര കാറ്റ്, ഇലകള് കൊയ്യണ്, കറണ്ട് പോണ്, കാറ്റ് വരുന്നേ, സൺസെറ്റിന് പവർ കൂടണ്. ചോപ്പർ ഒരു അനുഗ്രഹാട്ടോ അല്ലേ? നമ്മളത് ബിരിയാണി തന്നെ വരും കേട്ടോ. നിങ്ങൾക്ക് റൈസ് പറ്റില്ലല്ലോ, കുറച്ച് കാർബ് വേണം. ഒരു കോഴി നീയും തിന്നോ? നിലമ്പൂരുണ്ട് മദർലാൻഡ് കാച്ചി മസാല സോഡ. തുറന്ന പിന്നെന്തോ വെളുത്തുള്ളി അറിയിട്ടോ. മതി ഇനി ജ്യൂസോ അത് ടേസ്റ്റ് ആക്കണല്ലോ. പിന്നെ ഒരു ചെറിയ അപേക്ഷയുണ്ട്, ഈ ബ്ലേഡ് അതിലിടരുത്. ഇതെന്തമ്മ ഇത്രയും ചിക്കന്? Only 1 hour left. ചിക്കൻ വിതരണമുള്ള പീഡിയത്തെ പോലെ ഉണ്ടാക്കണപ്പോ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം.
പിസ്സ ഇഷ്ടമല്ല. പിസ്സ പോലല്ലത്. അല്ല. ഇറ്റാലിയൻ മിക്സിംഗ് അല്ല ഇതിൽ വരുന്നത്. മിക്സിംഗ് കൊടൈക്കനാൽ ഓർമ്മല്ലേ? ഞങ്ങളുടെ കണ്ണിലുണ്ടിയും സൗദി അപ്പൊ നമ്മളൊക്കെ മാറി, നമ്മളൊക്കെ ടീം മാറി. ആഴ്ച മാത്രം ഉണ്ടാക്കുന്ന ഫുഡിനോളം മികച്ച ഫുഡ് എന്തൊക്കെയാ ഉണ്ടാക്കണ്ടേ? തിന്നാൻ പറ്റില്ല. പഠിച്ചോണ്ട് ഇതിൽ തിന്നാൻ പറ്റണ എന്താ? നൂൽപുട്ടുണ്ട്, നൂൽപുട്ടും ബീഫുണ്ട്. സേഫായി ബീഫുണ്ട്. കയ്യിൽ നിന്ന് പോവില്ല. അതായത് നിങ്ങളെ കൊമ്പല കണ്ട് നിൽക്കാനാവില്ല എന്നാണ് ആഴ്ച മാത്രം വന്നത്. നമുക്ക് എതിരാണ് എല്ലാവർക്കും എതിരാണല്ലോ. ഇന്നലത്തെ കേട്ടോ കോമഡി. ഇന്നലെ ആഴ്ചമാസം എന്തോ ഉണ്ടാക്കി തുടങ്ങാനല്ലോ. ഇപ്പച്ചി ഇവിടെ ഒന്ന് പറഞ്ഞല്ലോ ഉണ്ടാക്കണ്ട, അനു എന്തൊക്കെയോ വാങ്ങാൻ പോയിക്കണല്ലോ. ആകുമ്പോ തൊള്ളിക്ക് വെക്കാൻ പറ്റുമോ, അല്ലാതെ വേറെ ഉണ്ടാക്കാൻ പറഞ്ഞു. ലൈൻ കാറ്റ്. ലിയ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി പൗതി ആകുമ്പോഴും ഒന്ന് പുറത്ത് പോയി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്താ അച്ചുപടണ്ടല്ലോ. പിന്നെ ഇപ്പൊ എന്താ വിളിക്കാനുള്ളത്? ഒന്നുകിൽ നാളെ അമ്മാന്റെ കുക്കിംഗ് കല്ലത്താവും, അല്ലെങ്കിൽ ഇവിടുത്തെ കല്ലത്താവും. എന്തെങ്കിലും ഒന്നെന്തായാലും കല്ലത്താവും. ഫുള്ള് ചോദിക്കാണ്. ഒരു ഉള്ളി എറിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തെന്താ അരിയണ്ടെന്നുള്ള വീട്ടിലേക്ക് വിളിച്ച് ഫുൾ കാര്യങ്ങൾ ചോദിക്കാട്ടോ. എന്താ അയിമ്മ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്താ ഇപ്പം മസാല ഇപ്പം എന്താ ഇടണ്ടേമ്മ, എന്താ ചെയ്യണ്ടമ്മ, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. ഞാൻ അടുത്ത 5 മിനിറ്റിന് ശേഷം അമ്മ ഒരു കോള കൂടി വരുന്നതാണ്. അമ്മ കഴിഞ്ഞിട്ട് വിളിക്കട്ടോ, അമ്മ വിളിക്കട്ടോ. അതെന്താ ഇതമ്മ? ഞങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യാ. ഷാർജ ഷെയ്ക്കായി. മാച്ചിലത് ഞങ്ങളാണല്ലോ. മൈദ കട്ട പിടിച്ചു. ഇത് മിക്സി കേടൊരു മിക്സി കേടന്നിട്ടാ. എല്ലാരും ഒന്ന് മാറിക്ക്. മാറിക്കൂ. കുറച്ച് മാറിക്കൂ. ഷെഫിന് കുറച്ച് കാറ്റ് വെളിച്ചം കിട്ടട്ടെ. അപ്പം മൈദ കൂടി വന്നിട്ടാ. നമുക്ക് വല്ല കട്ലറ്റും പോരേനിയോ? ഇത് കറക്റ്റ് എന്താ അറിയോ? ഇലക്ഷന് പോസ്റ്റർ ഒട്ടിക്കണം അതേ ആടാ ആ ഫിനിഷിങ് വന്നത്. പടം റിലീസ് ആയിക്കണോ? പോസ്റ്റർ ഒട്ടിക്കാൻ വോയിസ് ഒന്നുകൂടി കേട്ടോക്ക്. ഉമ്മാന്റെ ഏതെങ്കിലും ഒന്ന് മിസ് ആയിക്കണോ? ഇമ്മാന്റെ ആദ്യം കേൾക്കേണ്ട വോയിസ് പിന്നീടോ, പിന്നെ കേൾക്കേണ്ട വോയിസ് ആദ്യമോ? ഓർഡർ മാറി കേട്ടോന്ന്. ഇമ്മ അവിടെ നല്ല പാടെ ഒപ്പം വിട്ട് നെറ്റിൻ്റെതുകൊണ്ട് ലാസ്റ്റ് ആദ്യത്തെ ലാസ്റ്റ് ആയിരം സെറ്റപ്പ് ഉണ്ടാക്കണേ. അത് തെറിച്ചു പോകട്ടമ്മ. ന്യൂട്രീനും പോട്രീനും അല്ലേ? ഒന്ന് ബോഡിക്ക് കേടുണ്ടാവില്ല എന്തായാലും. അതിന്റെ അടുത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളി. മിക്സിന്റെ അടുത്ത് പറ്റിയിട്ട് ബോഡി കേടാവും. സ്റ്റീമാണ്. വേവിച്ച് അപ്പൊ ഹെൽത്ത്. എനിക്ക് ആ ഒരു പാക്കറ്റ് സൺഫ്ലവർ ഓയിൽ പൊട്ടിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അവിടെ അതല്ല അടിന്. അപ്പൊ കളർ റെഡി ആയിട്ടുണ്ട്. പരിപാടിക്ക് പാല് എത്ര വേണമെന്നറിയില്ല. പായപ്പൊടി ഇട്ടിട്ടേ കുളിച്ചും ചെയ്യാം. സൺഫ്ലവർ ഓയിൽ ഇട്ടാ അവല് മിൽക്ക്. സൺഫ്ലവർ ഓയിൽ ഹെൽത്തി. അപ്പത്തെ ഇറക്കൂട്ടാ. സെറ്റായോ? അതല്ലേ റെഡി ഇനിയും പാലോ?
ഇത് നിങ്ങൾക്ക് അടുത്ത നോമ്പിനെ കഴിക്കാണ്ടാവും കേട്ടോ. ഇതെന്താ വിജയിന്റെ ഫ്ലക്സോ ഇങ്ങനെ പാലപ്പശിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കാൻ. അതാ ഇനി വെറും 45 മിനിറ്റ് മാത്രം. മിക്കവാറും ഈ ഡിഷായിന് നിന്നാനേ പറ്റുള്ളൂ തോന്നുന്നു. അല്ല, ഇത് കുടിക്കാൻ ബാക്കി തിന്നാം. 2 പോളുണ്ടാക്കാൻ ഇനിയുള്ളൂ. ഏൽപ്പിച്ച ബിരിയാണി കൊണ്ടുപോവാ. അല്ലെ അതും ഇല്ലതോ ഓൻ ടെസ്റ്റ് ചെയ്തോളൂ. ഇന്നലെ കുറച്ച് എരിവ് കൂടി ഞങ്ങൾ ശകലം ലേശം കൂടി പോയി. രാധയുടെ പറഞ്ഞു ലേശം അത് ലേശം കൂടി. അപ്പൊ എന്തായാലും അതിന്റെ ലിയ അപ്പൊ ഇതിലിപ്പോ എന്തൊക്കെ ഇല്ല ഇങ്ങനെ നാ വെച്ച് ടേസ്റ്റ് നോക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇതാക്കിയാ മതി. അല്ല എന്തിന്റെ സ്മെല്ല് നമുക്ക് എന്തിന്റെ സ്മെല്ലും കിട്ടുന്നില്ല. ഇല്ലല്ലോ. ഞാൻ ഗന്ധം പോയി മമ്മൂട്ടിനെ പോലെ. ഇതുപോലെ ഇത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പരിപാടി ഇതുവരെ നടന്നില്ല. ഇത്രയും ആളും ബഹളം അതും ഉണ്ട്. സ്പെഷ്യൽ ഉണ്ടാക്കാൻ മക്രോണി ഒരു ദിവസം ഉണ്ടാക്കും. ആ ഹെൽത്തി മക്രോണി വേ പ്രോട്ടീൻ ഇട്ടിട്ട്. നമുക്ക് ഹെൽത്തി വേണം. ഞങ്ങളിപ്പോ എല്ലാത്തിനും വേ പ്രോട്ടീൻ ഇടല്ലേ. ബിരിയാണിക്ക് അച്ചാർ വരെ വേ പ്രോട്ടീൻ ബീഫ് ബിരിയാണി ഒന്നായി ആദ്യം വേ പ്രോട്ടീൻ വേ പ്രോട്ടീൻ മിക്സ് ചെയ്ത് ഫുൾ ഹെൽത്തി. ബിരിയാണിക്കുള്ള ചമ്മന്തി വേ പ്രോട്ടീൻ ചമ്മന്തി ഫുള്ള് വേ പ്രോട്ടീൻ. നമ്മളെ ചട്ടി ചൂടാക്കണ്ടേ? പോണേ. അപ്പൊ നമ്മളെ എൻഡിങ്ങിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും എൻഡിങ് പരിപാടികൾ കാണാം. നമ്മള് മദർലാൻഡ് മസാല സോഡ പാതി മസാല പാതി സോഡ. അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് കാണാം. ലിയ ഓരോ ബ്രേക്കിലും ഇമ്മാനെ വിളിച്ചോണ്ട് കേട്ടോ. അപ്പം ആദ്യം സാധനങ്ങൾ അരിഞ്ഞു. അപ്പൊ ഒന്ന് ഉമ്മാനെ വിളിച്ചു. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ പറഞ്ഞു. പിന്നെ ഒന്ന് ഉമ്മാനെ വിളിച്ചു. അപ്പൊ ബാക്കിയുള്ള കഴിഞ്ഞു. ഉമ്മാനെ വിളിച്ചു. ഇനി എന്താ അടുത്തെന്താ? പക്ഷെ എന്നാലും ഞമ്മക്ക് ഇതിലേറെ അറിയാട്ടോ. പക്ഷെ എന്നാലും ശ്രമിക്കണ്ട്. ആ ലിയ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം 1 മണിക്ക് വിളിച്ചിട്ട് പാൻ ചൂടാക്കണം. ഓക്കെ അതുവരെ പറഞ്ഞോളൂ. ഇങ്ങോട്ട് പറഞ്ഞോളൂ. അല്ല കുക്ക് ചെയ്യാൻ പിന്നെ സ്വന്തം വേവള്ള സ്വന്തം വന്നോളൂ അല്ലേ. അച്ചു എത്രത്തോളം പ്രതീക്ഷിക്കുന്നു ഈ ഒരു ഡിഷ്? പ്രതീക്ഷയുണ്ട്. ഐ ട്രസ്റ്റ് ഹെർ. മുമ്പ് ഉണ്ടാക്കിയതോ നാരങ്ങ വെള്ളം ചായ അതുപോലത്തെ. അത് ഞാൻ നിങ്ങൾക്ക് എത്ര പ്രതീക്ഷ നിൽക്കുമ്പോഴേ എനിക്കൊരു പേടി. റെഡിയോ തിന്നുള്ളു ഇവിടെ ചൊല്ലി ഈ ചട്ടിമ ചൊല്ലി ആമ്പലം മറിക്കേ ചട്ടിയോ ചവിട്ടിയോ? തുറന്നു നോക്കാം. ടൈമിനാ തുറക്ക. അപ്പൊ നമ്മളെ സാധനം റെഡി കേട്ടോ. ഇന്ന് നമ്മൾ ഏൽപ്പിച്ച ബിരിയാണി അച്ചാർ വേണുണ്ട്. ഇതിൽ വെക്കാം. ജ്യൂസിന് വേണ്ടേ? അല്ല മൈദപ്പൊടി ബാക്കിയായപ്പം അതിനെന്താ നമ്മളുണ്ടല്ലോ ഇവിടെ പൊറാട്ട അടിക്കും. ഈ കല്ല് ഒരു റിസ്കും ഇല്ല. പൊറാട്ട എന്തിന് പിരിച്ചുവിടാനോ? ആഴ്ചമാത്ത 6 പെരും തിരക്കാവും. ആകെ തിരക്കൂട്ട് പോ. പോട്ടെ അല്ല അവിടെ പരിപാടി ബാബാ പരിപാടി കുട്ടികളെ മാഞ്ഞാള കൊഞ്ചല്ലാന്നോ? നമ്മളൊക്കെ ഇവിടെ മാഞ്ഞാള കൊഞ്ച. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ റോളുകൾ കഴിച്ചോ? ബാക്കിയായതും പോലും അത്രയും ടേസ്റ്റ് ആയിട്ട്. എന്തായി? ഓക്കെ ഞാൻ കഴിക്കട്ടെ? കുഞ്ഞുമണിയെ ഇതിക്ക് നോക്കിക്കോ. കേട്ടോ
അത് സാരില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കുറച്ചും ഘട്ടന ആക്കണോ? അല്ല മതി. അല്ല അത് സാരില്ല. അല്ല നിങ്ങൾ പറയണ്ടേ? അല്ല ഇത് രണ്ട് ലെയറായിട്ടാ? അത് സാരില്ല. അല്ല അത് നിന്നോട്ടെ. അത് ഹായ് മാറ്റല്ലേ ഇപ്പൊ മാറുവേ. ഇതിക്ക് നമുക്ക് കുറച്ചും കൂടി ഉണ്ടാക്കിയാ പോരെ, ബാറ്റർ അടിച്ചാ പോരെ. ഓഫാക്കി പേടിച്ചിട്ട്. അതാ എന്തിനു ഓഫീറ്റങ്ങളെ കൊണ്ടാണ് മനസ്സിലാവുന്നത്. ഇവിടെ റാണി പോലെ ആണെന്ന് തോന്നുന്നു. അടുക്കളയിൽ തിരക്കായിട്ടാ ചുമത. ഇല്ല ആ പാർസൽ അത് അതുള്ളതുകൊണ്ടാണ് ധൈര്യത്തിലെല്ലാം ഉണ്ടാക്കണത് നമ്മള്. ശ്രീരാമ ലക്ഷ്മണൻ ചിതയത്വമേകം. ഇതില് ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചിക്കണേ? ഇല്ല ഞാൻ പണ്ട് വായിച്ചിനി. ഞാൻ പണ്ടല്ലോ വായിച്ചിരുന്നു. ഞാൻ പണ്ട് നിങ്ങളുടെ ബുക്കുകളെ കുറെ വായിച്ചിനി, പിന്നെ നിർത്തി. അന്ന് പോയതാണ് ബുദ്ധിയൊക്കെ. ഏതൊരു ബുക്ക് വായിച്ചോ? ആടുജീവിതം. അതെല്ലാവർക്കും പഠിക്കണ്ടേ ഇനി മലയാളത്തില്? ബഷീറിന്റെ ഒരു 10-25 ബുക്ക്. അതിൽ 2 പേര് അതുകൊണ്ടാ. ഒന്നിന്റെ പേര് പറയും. ഇന്റെ ഉമ്മാക്കൊരു ആന ഉണ്ടായിരുന്നു. ആന? ആടല്ലേ? ഇപ്പാക്കണോ? ആർക്കും ഉണ്ടായിരുന്നു. തെറ്റല്ലോ. എന്റെ ഉപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു. പിന്നെ പാത്തുമ്മയും ആടും. പിന്നെ പ്രേമലേഖനം. വിക്രമനും. പിന്നെ ഇത് ജമ്പൻ ആൻഡ് തുമ്പൻ. ഓ അത് ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ ന്യായാവി. അടിപൊളി. ലുട്ടാപ്പി പ്ലസ് മായാവി, ഡാഗിനി. പിന്നെ ഡോറയുടെ പ്രയാണം. ഷേരും. അല്ലല്ല, സൂത്രനും ഷേരും ഒരു ടീമിലുള്ള. ശുപ്പാണ്ടി. ടാർസനോ ബാലരമേനോ? ഇപ്പൊ ബാലരമ റുപ്യ. എന്റെ പ്രായത്തിലൊക്കെ ഞാൻ ബാലരമക്ക് പൈസ ഉണ്ടാക്കാൻ 8 റുപ്യ ആവാനി. ഏരി 8 റുപ്യ. അപ്പൊ എന്തായാലും റെഡി ആയിട്ട് കാണാം. നല്ല പാട്ട് പാടും. ഇപ്പൊ ഞാൻ അവിടെ നിൽക്കാല്ലേ. ഇഷ്ടപ്പെട്ടു. ഇല്ലായ്മയിൽ നിന്ന് ലോകത്തെ പടച്ച അള്ളാന്റെ കുതിരത്ത്. ബൾബ് ഏതാ നീ കേട്ടോ? കറണ്ട് ഓൾറെഡി. അപ്പൊ ആവശ്യമായ നമ്മൾക്ക് ആവശ്യമായ പൈനാപ്പിൾ ചെത്തി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൈനാപ്പിൾ കമ്മിറ്റിക്ക് ആവശ്യമായ, അതുപോലെ തന്നെ ഏവർക്കും പ്രിയങ്കരിയായിട്ടുള്ള നസ്മയും ലീവും ഒക്കെ കൂടെ ഇന്ന് ഉണ്ടാക്കുന്ന ഇറാനി പോള ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ അതിന്റെ മിക്സിങ്ങാ? സമൂസന്റെ ഇതിങ്ങനെ കായാ. ഇത് സെറ്റായിട്ടോ. അച്ഛോ ഇജ്ജ് വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ, സാധനം സെറ്റാവുണ്ട്. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, എങ്ങനെ ഉണ്ടാവും ഞങ്ങൾ ഇറാനി പോള, എങ്ങനെ വരും ഞങ്ങൾ ഇറാനി പോള, എങ്ങനെ ഉണ്ടാവും ഇന്നത്തെ ബീഫ് ബിരിയാണി, എങ്ങനെ ഉണ്ടാവും ഇന്നത്തെ പരിപാടികൾ മൊത്തം നിങ്ങൾക്ക് കാണാനും. ഓക്കെ, ഞാൻ സർപ്രൈസിലുണ്ടാവും. അപ്പൊ അച്ചു കാരണം സർപ്രൈസും ബാസിൽ അത് എങ്ങനെയുണ്ട് തിന്നോക്കണ സർപ്രൈസും എല്ലാം അടുത്ത വ്ളോഗിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം വെച്ചാൽ ഓൾറെഡി 1 മണിക്കൂറിന് മേലെ പോയി. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. എന്തായാലും അടിച്ചൂട് സംസു ഒരു സബ്സ്ക്രൈബ്. അടിപൂക്കുറ്റി അടി സംസു ഒരു സബ്സ്ക്രൈബ്. അടിപൂക്കുറ്റി. അടി ഒരു ബസർ പൂക്കുറ്റി. സംസുകാക്ക് എന്താ ഇവിടെ അങ്ങനെ ചെയ്യല നമ്മള്. പിന്നെ അങ്ങനെയൊക്കെ പറയാം. അതെന്ത് കീറിയ സംസുക? ഐസായി ജ്യൂസിനുള്ള ഐസ് ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും
നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ കാണികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എല്ലാ വ്ളോഗ്സും നമ്മൾ നോമ്പിന് പാറ്റിട്ട് ബാസിലെ നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ എന്നാ ചെയ്ത് തുടങ്ങണ്ടേ? ആദ്യത്തെ 10 കഴിഞ്ഞിട്ട് അലമ്പനൊക്കെ ആദ്യത്തെ 10 അലമ്പാവരുത്. ഒരു പുണ്യ റമദാൻ മാസത്തിലെ അലമ്പൻ എന്നുള്ളൊരു അല്ല മറ്റേത് അലമ്പ് നല്ലല്ലോ, അലമ്പല്ല, കുറച്ച് വേറെ കുതിരയോടലാണ്. അതെ വെറൈറ്റിക്കുള്ള ആൾക്കാരും വരുന്നുണ്ട്, വെറൈറ്റിക്കുള്ള പരിപാടികളും നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അലമ്പല്ലോ, അലമ്പറിന് അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിക്കണല്ലോ, പക്ഷെ കുറച്ച് വെറൈറ്റി കാരണം ഞങ്ങൾ അലമ്പ് ഇങ്ങനെയൊക്കെയാണ്. ഹലാലായിട്ടുള്ള അലമ്പ്, അതായത് കുറ്റം കിട്ടില്ല. അതുകൊണ്ട് അത് കുറ്റം കിട്ടണേ കുറ്റം കിട്ടട്ടെ, അതുകൊണ്ട് പടച്ച കുറ്റം കിട്ടുന്ന പറഞ്ഞ കാര്യങ്ങൾ ഇല്ല. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ നമ്മുടെ അടുത്ത വ്ളോഗിൽ എന്തായാലും മസ്റ്റാണ്. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ്. നമ്മൾ 30 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോ. ഞാൻ ഒരു 15ാമത്തെ നോമ്പാകുമ്പോഴത്തേനും 3 lakh സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നാണ്, സോറി 3 million സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നാണ് നമ്മളൊരു ആഗ്രഹം. നോക്കാം നമുക്ക്. ഇന്നിപ്പം 5ാമത്തെ നോമ്പ്, 10 നോമ്പ് കൂടി ഉണ്ട്. അപ്പൊ എന്തായാലും എത്ര ആവും നമുക്ക് നോക്കി നോക്കാം. നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കി അല്ലേ, നിങ്ങളെ കൂട്ടുകാർമാർക്കും വ്ളോഗ് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പൊ എന്തായാലും ഇന്നത്തെ ഡിഷും കാര്യങ്ങളും എങ്ങനെ ഉണ്ടായി എന്നുള്ള വിശേഷങ്ങൾ ഇന്ന് കാണൂല, നാളെ കാണാം.